SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ കേരളം വിഭജിച്ച് മലബാർ സംസ്ഥാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വിഘടനവാദം ഉന്നയിച്ച് സമസ്ത എന്നൊക്കെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ വാർത്ത വരികയുണ്ടായി. ആദ്യമേ പറയട്ടെ, സമസ്ത അത്തരത്തിലുള്ള ഒരു വാദവും ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമസ്തക്ക് അത്തരത്തിലുള്ളൊരു നിലപാടുമില്ല. യഥാർത്ഥത്തിൽ മുസ്തഫ മാസ്റ്റർ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് എന്താണ്? ആ പ്രസംഗത്തിൽ ഒരു വിഘടനവാദം ഉണ്ടായിട്ടുണ്ടോ? മലബാറിനോടുള്ള സർക്കാർ വിദ്യാഭ്യാസ അവഗണനയ്ക്കെതിരെ SKSSF കോഴിക്കോട്ടൊരു ധർണാ സമരം സംഘടിപ്പിക്കുന്നു. ഉദ്ഘാടകനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയുടെ പ്രസംഗത്തിലെ ഒരു ആലങ്കാരിക വാക്ക് കൃത്യമായി അടർത്തിയെടുക്കുന്നു, അത് വക്രീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തെക്കൻ കേരളത്തിൽ ആവശ്യത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മലബാറിൽ ആവശ്യത്തിന് സീറ്റുകൾ ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ മന്ത്രി ഉൾപ്പെടെ കള്ളക്കണക്കുകളുമായി രംഗത്ത് വന്ന് വിഷയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മലബാറിൻ്റെ വിഷയം പറയുമ്പോൾ വർഗീയമായി കാണുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ മലബാറിലെ ജനങ്ങളും തെക്കൻ കേരളത്തിലെ ജനങ്ങളും നൽകുന്നത് ഒരേ നികുതിയാണ്. എന്നിട്ടും രണ്ട് സമീപനമാണ് തെക്കൻ കേരളത്തോടും മലബാറിനോടും സർക്കാർ കാണിക്കുന്നത്. ഇത് തുടരുകയാണ്. ഇങ്ങനെയെങ്കിൽ ആരെങ്കിലും മലബാർ വിഭജിച്ച് മറ്റൊരു സംസ്ഥാനമാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ ഒക്കുമോ എന്ന ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമായിരുന്നു ആ പ്രസംഗത്തിലെ വരികൾ. ഈ പ്രസംഗത്തിൽ എവിടെയും അദ്ദേഹം കേരളത്തെ വിഭജിക്കണം എന്നാവശ്യപ്പെടുന്നില്ല. അങ്ങനെ തെളിയിക്കാൻ വാർത്ത നൽകിയ വാർത്താ മാധ്യമങ്ങൾക്കും റിപ്പോർട്ടർമാർക്കും സാധിക്കുമോ? ഒരേ സംസ്ഥാനത്തെ രണ്ട് പ്രദേശങ്ങളോട് രണ്ട് സമീപനമുണ്ടാകുമ്പോൾ ഇതെന്താ വെള്ളരിക്ക പട്ടണമോ എന്ന് ചോദിക്കാൻ പോലും പാടില്ലേ? നിയമസഭയിൽ മുൻപൊരു പ്രസംഗത്തിൽ ഒരു ഉന്നത നേതാവിൻ്റെ പ്രയോഗം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ നിയമസഭയുടെ ഓട് പൊളിച്ചു വന്നതല്ല എന്ന്. ഇന്നത്തെ മാധ്യമപ്രവർത്തകർ അന്ന് ആ നിയമസഭാ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പറയും നിയമസഭയുടെ ഓട് പൊളിക്കാൻ ശ്രമം നടന്നിരുന്നു എന്നും പൊളിക്കാൻ സാധിക്കാത്തതിനാൽ മാത്രമാണ് അവർ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചത് എന്നുമൊക്കെ. ഇങ്ങനെ വാക്കുകൾ വക്രീകരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ ഇവിടെ സംസാരിക്കാൻ ഒക്കുമോ? ഈ വരികൾ വിവാദമാക്കിയതിന് പിന്നിൽ ഒരു അജണ്ട കൂടിയുണ്ട്. അത് കൃത്യമാണ്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പോലും പറഞ്ഞത് ശ്രദ്ധിച്ചോ? +1 സീറ്റ് വിഷയത്തിലെ പ്രതിഷേധം പോലും വർഗീയമാണെന്ന്. അതൊരു വഴി തിരിച്ചുവിടലായിരുന്നു. അതേ വഴി തിരിച്ചുവിടലിൻ്റെ മറ്റൊരു വേർഷനാണ് ഇതും. ചർച്ചകൾ മാറ്റുക, ആ അജണ്ടകളിൽ കൊത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മലബാർ സീറ്റിലുമായി ബന്ധപ്പെട്ട മലബാറിലെ +1 പ്രവേശനത്തിലെ സീറ്റുകളുടെ കുറവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാറും. പിന്നീടുള്ള ചർച്ചകൾ വിഭജനമാകും. അതാകുമ്പോൾ മുൻപ് മലപ്പുറം ജില്ലാ രൂപീകരണ കാലഘട്ടത്തെ ചർച്ചകളേക്കാൾ മാരകമായ പ്രസ്താവനകൾക്കും പ്രതിഷേധങ്ങൾക്കും കളമൊരുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്കൊരു നല്ല കാലം വരും. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളൊക്കെ മാറ്റിമറിക്കാനും ഇതുകൊണ്ട് സാധിക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വിഷയം ഏറ്റെടുത്തു. വീണ്ടും ഫ്ലാഷ് ന്യൂസ് പ്രതികരിച്ച് BJP. പിന്നീട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഒരു ചോദ്യം. സ്വാഭാവികമായും അത്തരമൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അവരും പ്രതികരിക്കുക കേരളം എന്ന നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഉടനെ അടുത്ത വാർത്ത: മലബാർ വിഭജനവാദത്തെ തള്ളി കാന്തപുരമെന്ന്. ഇങ്ങനെ ഓരോ നേതാക്കളെയും സമീപിച്ച് ഇപ്പോൾ അതൊരു ആവശ്യമുണ്ടോ എന്ന അർത്ഥത്തിൽ വിഷയത്തിന് വിസിബിലിറ്റി കിട്ടാൻ നടത്തുന്ന വാർത്തകൾ പോലും അജണ്ടകളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. എന്നാൽ തക്കം പാർത്തിരിക്കുന്ന ചില സാംസ്കാരിക നായകന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെയുണ്ട്. ഇവർ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ സമുദായ നേതാക്കളിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ കാണാൻ കാത്തിരിക്കുന്ന ആളുകളാണ്. ഇവർ ഈ വിഷയത്തിൻ്റെ മാരകമായ വേർഷനിലൂടെ അഭിപ്രായ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വക്രീകരിക്കുവാനുള്ള ഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതും തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണ്. ഇനി ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാതിരിക്കാൻ, ഒരു വിവാദം ഉണ്ടാക്കാതിരിക്കാൻ തൽക്കാലം പ്രതികരിക്കണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചാലോ? വിഷയത്തിൽ പ്രതികരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എന്ന അടുത്ത വാർത്ത. മുസ്തഫ മാസ്റ്ററുടെ വിശദീകരണം തന്നെ നോക്കുക. കേരളത്തെ വെട്ടിമുറിക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ വിഭവ വിതരണത്തിൽ പതിറ്റാണ്ടുകളായി തെക്കൻ കേരളവും മലബാറും തമ്മിൽ നിലനിൽക്കുന്ന ഭീമമായ അസമത്വം ചൂണ്ടിക്കാണിക്കുക മാത്രമായിരുന്നു. മലബാർ കേന്ദ്രീകരിച്ച് സംസ്ഥാനം വേണമെന്ന ആവശ്യം പല കേന്ദ്രങ്ങളിൽ നിന്നും പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. അവർക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ +2 വിഷയം ഉൾപ്പെടെ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിലെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചതിനെ കേരള വിഭജനം വേണമെന്ന് പറഞ്ഞെന്ന രീതിയിൽ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു.
ഇതല്ലേ സംഭവിച്ചിട്ടുള്ളൂ? പ്രയോഗങ്ങളുടെ വരികൾക്കിടയിൽ ചികഞ്ഞ് വിവാദമുണ്ടാക്കാൻ എളുപ്പമാണ്. എന്നാൽ പച്ചയായ വിഭജനവാദങ്ങൾ കേരളത്തിൻ്റെ മറ്റു ദിക്കുകളിൽ നിന്ന് പോലും മറ്റു ചില നേതാക്കളിൽ നിന്ന് പോലും ഉയർന്നപ്പോൾ അത് വാർത്തയാക്കാനോ വിവാദമാക്കാനോ ചിലർക്കൊന്നും താല്പര്യമില്ലായിരുന്നു എന്നത് അവർക്ക് ലഭിക്കുന്ന പ്രയോറിറ്റി കൊണ്ടാണോ എന്ന് വ്യക്തമാക്കേണ്ടത് വിവാദം വാർത്തയാക്കുന്നവരും അത് വിവാദമാക്കുന്നവരും തന്നെയാണ്.